കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് കൂത്താട്ടുകുളം ഡിപ്പോയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. കൂത്താട്ടുകുളത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള ഓർഡിനറി ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് ആദ്യ സൗജന്യ ടിക്കറ്റ് നൽകിയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. എം.കെ. സിന്ധുവായിരുന്നു ബസ്സിലെ കണ്ടക്ടർ. പദ്ധതിയുടെ ഭാഗമായി കൂത്താട്ടുകുളത്ത് നിന്ന് 18 സർവീസുകളാണ് ഉള്ളത്. കെഎസ്ആർടിസി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ്, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ്, നഗരസഭാ കൌൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ, പി.സി. ഭാസ്കരൻ, ടി.എസ്. സാറ, ജോമി മാത്യു എന്നിവർ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി.സി. ജോസ്, എം.എ. ഷാജി, സി.ബി. കൊട്ടാരം, ബേബി കീരാന്തടം, എൻ.കെ. ചാക്കോച്ചൻ, ബോബൻ വർഗീസ്, കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാട്ടും കയ്യടിയുമായാണ് വനിതകൾ തങ്ങളുടെ ആദ്യ സൗജന്യയാത്ര ആഘോഷമാക്കിയത്. വനിതകൾക്കായി സൗജന്യയാത്ര അനുവദിച്ച സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി അനൂപ് ജേക്കബിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വനിതാ യാത്രക്കാർ ബസ്സിനുള്ളിൽ മുദ്രാവാക്യം വിളിച്ചു. പുതിയ പദ്ധതി തങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകുമെന്ന സന്തോഷത്തിലാണ് യാത്രക്കാർ. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇന്നിവിടെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കുക എന്ന യു.ഡി.എഫിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. ഇവിടെ നെവിൻ സൂചിപ്പിച്ച പോലെ പിറവത്ത് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. വലിയ പങ്കാളിത്തമാണ് കേരളത്തിലെമ്പാടും ഇതിൽ കാണുവാൻ സാധിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതൊരു മെസ്സേജും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് സമൂഹത്തിലുള്ള സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുക എന്ന ലക്ഷ്യവും ഇതിനോടൊപ്പമുണ്ട്. ഇതുവഴി ഒരു ദിവസം, ഒരു മാസം ഒരു കുടുംബത്തിന് മിച്ചം പിടിക്കാൻ കഴിയുന്ന ഒരു തുക, അത് 2000 രൂപയാവട്ടെ 3000 രൂപയാവട്ടെ, ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ഒരു തൊഴിലാളി കുടുംബത്തെ സംബന്ധിച്ചൊക്കെ, ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് വലിയ സംഖ്യയാണ്. അത് സ്വാഭാവികമായിട്ടും മറ്റനവധി കാര്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് വിനിയോഗിക്കാൻ സാധിക്കുമ്പോൾ സാമൂഹ്യവും സാമ്പത്തികവുമായ ഒരു അടിത്തറ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കെഎസ്ആർടിസിയെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കുകയില്ല. കെഎസ്ആർടിസിക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള നൂതനമായ ആശയങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കും. പരസ്യ പ്രചാരണങ്ങളിലൂടെ മറ്റ് പദ്ധതികളിലൂടെയൊക്കെ തീർച്ചയായിട്ടും കെഎസ്ആർടിസിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ഇതിനാവശ്യമായ സബ്സിഡി ഫണ്ടുകൾ, ഇതിനുണ്ടാവുന്ന നഷ്ടം നികത്തുവാൻ സർക്കാർ തലത്തിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. കാരണം ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ഇവിടെ കെഎസ്ആർടിസി നടപ്പിലാക്കുന്നത്. അപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന ഒരു നയം, അതിനുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത കെഎസ്ആർടിസിക്ക് പൂർത്തിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ നികത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ട്. അത് അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പിലാക്കും എന്നതുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവിടെ വിവിധ ഓർഡിനറി സ്കീമുകളിലാണ്, കെഎസ്ആർടിസിയുടെ വിവിധ ഓർഡിനറി വാഹനങ്ങളിലാണ് ഇതിന്റെ വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പിറവത്ത് നിന്നപ്പോൾ കുമളിയിലെ മൂന്നാറിലേക്കും ഗുരുവായൂരിലേക്കും അടക്കം നമുക്ക് യാത്രാ സൗകര്യം ഉണ്ടാവും. ഇവിടുന്ന് കോട്ടയത്തേക്കുള്ള വാഹനമാണ്. 18 സർവീസുകളിൽ ഈ കൂത്താട്ടുകുളത്ത് നിന്നുണ്ടാവും. കോട്ടയം ഉൾപ്പെടെ ഉള്ള മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പാല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ആദ്യം പള്ളി ഓർഡിനറി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പിറവത്തേക്കോ മൂവാറ്റുപുഴയ്ക്കോ പോകുന്ന ഒരു ഓർഡിനറി എന്ന ചിന്തയിലേക്കാണ് മാറിയിരിക്കുന്നത്. അങ്ങനെയല്ല, വിവിധ കെഎസ്ആർടിസിയുടെ വിവിധ ഓർഡിനറി പദ്ധതികളിൽ ബസ്സുകളിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3000 വാഹനങ്ങളിൽ ഇതിന്റെ സൗകര്യം ഇന്നുണ്ടാവുകയാണ്. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി നൂതനമായ ആശയങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന
മാസങ്ങളിലും വർഷങ്ങളിലുമായി നടപ്പിലാക്കും. കൂത്താട്ടുകുളം ഡിപ്പോയുടെ നവീകരണവും കൂടുതൽ ബസ് സർവീസുകളും പുതിയ വാഹനങ്ങളും ഒക്കെ നമുക്ക് നിർബന്ധമായി ഇവിടെ എത്തിക്കും. അതിനാവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാവണം, പുതിയ ബസ്സുകൾ നമുക്ക് ലഭിക്കണം, ഒപ്പം തന്നെ പുതിയ സർവീസുകൾ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കണം. ദീർഘദൂര സർവീസുകളും വേണം, ഒപ്പം തന്നെ കൂടുതൽ നമ്മുടെ മറ്റ് ലോക്കൽ സർവീസുകളും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെയുള്ള പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുകയാണ്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.